ജപമാലയുടെ അറ്റത്ത് കെട്ടിത്തൂക്കിയിരിക്കുന്ന കുരിശ് സഭയോട് ചേർന്ന് നിന്ന് വിശ്വാസ പ്രഖ്യാപനം ചെയ്യാനുള്ള കുരിശാണ്. വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസ പ്രമാണം ചൊല്ലാനുള്ള കുരിശാണ് ജപമാലയുടെ അറ്റത്ത് കെട്ടിത്തൂക്കിയിരിക്കുന്ന കുരിശ്. ഇതിൽ നീ മുറുകെ പിടിച്ച് വിശ്വാസ പ്രഖ്യാപനം ചെയ്യുമ്പോൾ, സഭയോട് ചേർന്ന് നിന്ന് നീ വിശ്വാസ പ്രഖ്യാപനം ചെയ്യുമ്പോൾ അതിൻ്റെ പവറാണ്, ശക്തിയാണ് ഈ ജപമാലയുടെ ശക്തി. ഒരു ജപമാലയിൽ സത്യപ്രതിജ്ഞയുണ്ട്, ധ്യാനമുണ്ട്, കുംഭസാരമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, തൃത്വൈക ആരാധനയുണ്ട്, 136 വചനമുണ്ട്. ഈ പവർ, കാരണം ഇത് അറിയാവുന്നത്, ഒരു ജപമാലയിൽ 136 വചനം ഉണ്ടെന്ന് അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് പിശാചാണ്. പിശാചിന് മാത്രം അറിയാൻ പാടില്ല ജപമാലയിൽ 136 വചനം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ജപമാല നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അലസത, മടി, പല വിചാരം, ഉറക്കം വരല്, ആ സമയത്ത് ഒന്നുമില്ലാത്ത പല കാര്യങ്ങളും അപ്പോൾ വരും. കാരണം പിശാചിനറിയാം അവനെ തകർക്കുന്ന ഒരു ആയുധമാണ്, നിത്യരക്ഷയുടെ ആയുധമാണ് ജപമാല. ഈ ജപമാല കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ പ്രലോഭനങ്ങൾ, അസ്വസ്ഥതകൾ ഇതൊക്കെ വരുന്നതിൻ്റെ കാരണം 136 വചനം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഒരു ജപമാലയിൽ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജപമാലയിലുണ്ട്. കുംഭസാരത്തെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ ജപമാലയ്ക്കകത്തുണ്ട്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ആർക്കും അത് അറിയില്ല.